വയലൻസ് മൂവികൾ ആളുകളെ അക്രമികളാക്കുമോ? അതല്ല, അത് വെറും തെറ്റിദ്ധാരണയാണോ? ഇതിന് ഉത്തരം നൽകേണ്ടത് സിനിമാക്കാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആളുകളിടുന്ന കമൻറ്റുകളുടെ എണ്ണം നോക്കിയിട്ട് വോട്ടെടുത്തോ അല്ല അത് തീരുമാനിക്കേണ്ടത്. മനഃശാസ്ത്രം എന്തു പറയുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി വയലൻസ് മൂവികൾ കാണുമ്പോൾ ഈ അബ്നോർമാലിറ്റി മാറുകയും ഇതൊരു നോർമൽ കാര്യമാണ്, എല്ലായിടത്തും സംഭവിക്കുന്നതാണെന്നൊരു തോന്നൽ അൺകോൺഷ്യസ് ലെവലിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് 2002 ബുഷ്മാനും ആൻഡീസും നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് തുടർച്ചയായി വയലൻസ് സിനിമകൾ കാണുന്ന, വയലന്റ് രംഗങ്ങൾ കാണുന്ന ആളുകളിൽ വൈകാരികമായൊരു മരവിപ്പുണ്ടാകുമെന്നാണ്. എന്ന് വെച്ചാൽ നിത്യജീവിതത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അക്രമങ്ങൾ ഒരു പ്രശ്നവുമല്ലാതായി മാറുമെന്നർത്ഥം. അപ്പോൾ ചിലർ പറയും ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്ന്. പ്രശസ്ത സയൻറ്റിസ്റ്റ് ഹ്യൂസ്മാൻ സംഘവും നടത്തിയ 15 വർഷമെടുത്ത് നടത്തിയ പഠനത്തിൽ പറയുന്നത് തുടർച്ചയായി വയലന്റ് രംഗങ്ങൾ കാണുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ അക്രമാസക്തരായി ക്രിമിനലുകളായി മാറുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്നാണ്. അഥവാ കൂടുതൽ അഗ്രസീവായ പ്രവർത്തനം, പെരുമാറ്റം എന്ന് പറയുന്നത് നാച്ചുറലായി മാറുമെന്നർത്ഥം. അപ്പോൾ ചിലർ പറയും ഞാൻ ഒരുപാട് വയലൻസ് സിനിമകൾ കാണാറുണ്ട്, എന്നിട്ട് ഞാൻ ക്രിമിനലായില്ലല്ലോ എന്ന്. വയലൻസ് സിനിമ കാണുന്നവരെല്ലാവരും ഒറ്റയടിക്ക് അക്രമികളാകുമെന്നല്ല അതിനർത്ഥം. പക്ഷേ അക്രമികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഇത് മാത്രമല്ല, മനുഷ്യരിലുള്ള കാരുണ്യബോധം പോലും, സഹജീവികളോടുള്ള, സഹപ്രവർത്തകരോടുള്ള, സഹപാഠികളോടുള്ള കാരുണ്യം പോലും നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന അക്രമം നാച്ചുറലായി മാറ്റുന്ന ഒരു സംഗതിയാണ് തുടർച്ചയായി വയലൻസ് സിനിമകൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കാഴ്ചയിലും നമ്മുടെ മക്കളുടെ കാഴ്ചയിലും ഈ വയലൻസ് മൂവികളുടെ ആധിക്യത്തെ കുറയ്ക്കുകയാണ് വേണ്ടത്. സിനിമയിൽ വല്ലപ്പോഴും കാണിക്കുന്ന വയലൻസിനപ്പുറം വയലൻസ് ഒരു ആഘോഷമായി, വയലൻസ് ഒരു കൾച്ചറായി, അതൊരു ട്രെൻഡായി മാറുന്നതിനെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ജാഗ്രതയിൽ.